ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് സത്യമായും പുനരുദ്ധാനം ചെയ്തു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ആമോസ് ഭാരവാഹികളായ പ്രിയപ്പെട്ടവരെ, ഈ ത്രിദിന ക്യാമ്പിൽ പങ്കെടുക്കുന്ന കൊച്ചു സഹോദരങ്ങളെ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. വളരെ ഹൃദ്യമായ ഒരു ചിന്താ വിഷയമാണ് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. 84-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു തീം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ മുഖ്യ സന്ദേശത്തെ ആസ്പദമാക്കി പല പരിചിന്തനങ്ങളും നിങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രബോധനങ്ങളും ഇതിനകം തന്നെ നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ട്. ഈ ഭാഗ്യാവസ്ഥയെ, ഈ അനുഗ്രഹീതമായ അവസ്ഥയെ ചിന്തിക്കുന്നതും തുടർന്നുള്ള ദിവസങ്ങളിലുള്ള ശുശ്രൂഷയിൽ അപ്രകാരമാവുവാൻ ഈ ക്യാമ്പ് കഴിഞ്ഞും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പഴയ നിയമ വേദഭാഗങ്ങളിൽ ആരാധനാ പ്രാധാന്യം നൽകുന്ന ക്രിസ്തീയ സഭയെ സംബന്ധിച്ച്, വിശേഷിച്ച് നമ്മുടെ സഭയെ സംബന്ധിച്ചും, ഈ വേദഭാഗം പഴയത് എന്നതിൻ്റെ ആ വിശേഷണം കഴിഞ്ഞ് എന്നും പുതുപുത്തനായ ഒരു ആശയമാണ്. അപ്പം അതെന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നതിന്, നമുക്ക് പ്രകാശം നൽകുന്നതിന്, നമ്മളെ വഴി നടത്തുന്നതിന് കാരണമാകും. വേദവാക്യം അല്ലെങ്കിൽ ഈ സന്ദേശം എടുക്കുന്നതിന് ആ ഒരു ഭാഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വർണ്ണന, അതിൻ്റെ ഒരു അല്പം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, അതിന് സംശയമില്ല. ഇത് പഴയ നിയമത്തിലെ സങ്കീർത്തനമെന്ന പുസ്തകത്തിൻ്റെ ആ സമുച്ചയത്തിലെ 84-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന ഒരു തീമാകയാൽ ആ തീമിനോടനുബന്ധമായ ചില കാര്യങ്ങൾ, ഏറ്റവും ആവശ്യമായത്, നമുക്ക് ഇന്നും എന്നും വെളിച്ചം നൽകുന്നതാകും. അപ്പോൾ അതിലാണ് നമ്മുടെ ആദ്യത്തെ ഒരു ശ്രദ്ധ. 84-ാം സങ്കീർത്തനം എടുത്ത് കാണുമല്ലോ എല്ലാവരും. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ എന്നുള്ളത് 2 ഭാഗങ്ങളിലുണ്ട്. ഒന്നാമത്തെ ഒരു ഭാഗം 42 മുതൽ 49 വരെയുള്ള സങ്കീർത്തനങ്ങളാണ്. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ താഴെ നമ്പർ 1, 42 to 49. That's the first section of the Psalms by sons of Korah. 2, 84-ഉം 85-ഉം സങ്കീർത്തനങ്ങൾ, 87-ഉം 88-ഉം എന്ന് പറഞ്ഞാൽ 86 അതിലില്ല, അതുകൊണ്ടാണ് 84, 85, 87, 88. ഇതൊരു വലിയ ഭാഗ്യാവസ്ഥ പറഞ്ഞും ഒരു മനുഷ്യൻ്റെ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചുമാണ് ഇത് പോകുന്നത്. ആരാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ഒരു തീർത്ഥാടക സങ്കീർത്തനമാണ്. പിൽഗ്രിം സോങ് ആണിത്. പിൽഗ്രിം സോങ്. എൻ്റെ ഭദ്രാസനം സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിലെ ചില പള്ളികളിൽ പരുമല തിരുമേനിയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആ പെരുന്നാളിൽ 2 ദിവസത്തെ, ഒരാഴ്ചത്തെ ഒക്കെ വിപുലമായ ആത്മീയ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ള പെരുന്നാൾ ആഘോഷങ്ങൾ. ഈ പരുമല പള്ളിയെക്കുറിച്ചും പരുമല തിരുമേനിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ
പ്രസംഗത്തിൽ ഞാൻ ചോദിക്കും, പരുമലപ്പള്ളിയിൽ പോയിട്ടില്ലാത്തവർ അപ്പം നല്ലൊരു ശതമാനം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കൈവക്കും. മാവേലിക്കര, നിരണം, ചെങ്ങന്നൂര്, കോട്ടയം ഭാഗത്തു നിന്നുള്ളവർ മാതാപിതാക്കളോട് ചേർന്നോ അല്ലെങ്കിൽ തന്നെ മമ്മി പപ്പ ഞാൻ പരുമല വരെ ഒന്ന് പോയിട്ട് വരട്ടെ പരീക്ഷയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞ് പരുമലപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പോലെ സുൽത്താൻ ബത്തേരി ഭാഗത്തിൻ്റെ കണ്ണൂർ മേഖലയിൽ നിന്ന് കാസർഗോഡ് ഉള്ളിടത്ത് അവിടെ നിന്ന് കേരളത്തിൽ തന്നെയാണെങ്കിലും വന്നു പോകാൻ സാധിക്കുമോ? അതിനുള്ള പണം വേണം, സാഹചര്യം വേണം, ആ അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാ ആഴ്ചയിലും ഇതുവഴി പോകുമ്പം പരുമലപ്പള്ളി വന്ന് പ്രാർത്ഥിച്ച് എണ്ണയെടുത്ത് നെറ്റിക്ക് പിന്നെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് പോലെ ആ കുഞ്ഞുങ്ങൾ അവിടെയുള്ള ഒരാൾ ആഗ്രഹിച്ചാൽ പോലും പ്രായോഗികമായത് നടക്കത്തില്ല. ഒരു പ്രാവശ്യം കുടുംബസമേതം വന്ന് പോകുന്നതിന് നല്ല ഒരു തുകയാകും. എന്താ? നല്ല ഒരു തുക. അവർ വരുമ്പോൾ ധാരാളം വഴിപാടുകൾ അർപ്പിക്കും. അപ്പോൾ ഏതാനും വർഷങ്ങൾ അവരുടെ കാർഷിക വിഭവത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ മിച്ചം മാറ്റിവെച്ച് പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ അവർക്ക് പരുമലപ്പള്ളിയിൽ വരുന്ന വഴിക്ക് നിരണത്ത് പള്ളിയിലും പുതുപ്പള്ളി പള്ളിയിലും ഒക്കെ കയറിയിട്ട് പോകുമ്പോൾ നല്ല ഒരു തുക അവർക്കാകും. ഇതുപോലെ യെരൂശലേമിൽ സ്ഥാപിച്ചിട്ടുള്ള ലോകത്തിലെ എല്ലാ ആരാധനാലയങ്ങളെക്കാൾ കൂടുതൽ സുന്ദരമായ പ്രൗഢമായ ഒരു സമുച്ചയമാണ്, ആലയമാണ് യെരൂശലേം ദേവാലയം. അതുല്യമാണ്, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. യെരൂശലേം ദേവാലയത്തിൽ 3 പെരുന്നാളുകൾക്ക്, പ്രധാനമായി ഉള്ള 3 പെരുന്നാളുകൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, കാരണം ചിതറപ്പെട്ടു പോയത് കൊണ്ടാണ്, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, ഗലീലയിൽ നിന്നും അങ്ങ് വടക്കേ അറ്റത്തെ മലയുടെ ഓരത്തിൽ നിന്നുമൊക്കെ ആളുകൾ നടന്ന് പ്രാർത്ഥിച്ച് പാട്ടുപാടി നടന്ന് വരണം 3 പെരുന്നാളുകൾക്ക്. 3 പെരുന്നാളുകളാണ്. 1 കൂടാര പെരുന്നാൾ, 2 പെസഹ പെരുന്നാൾ, 3 പെന്തിക്കൊസ്ത് പെരുന്നാൾ. പ്രായോഗികമായി അവർ പറയും ഈ വർഷത്തിൽ ഈ 3 പെരുന്നാളുകൾ ഒരെണ്ണത്തിലെങ്കിലും പോയി പങ്കെടുക്കും. അവരെ അങ്ങനെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. അവരുടെ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ സന്തോഷം ഓരോ ഇസ്രായേൽക്കാരനും കൊച്ചിലെ തന്നെ ബോധ്യപ്പെടുത്തി വളർത്തിയെടുക്കുന്നത് കൊണ്ട് ഈ 3-ൽ ഒരെണ്ണത്തിലെങ്കിലും അവർ പങ്കെടുക്കും. ഇവിടെ വിവക്ഷിക്കുന്നത് കൂടാര പെരുന്നാളിൻ്റെ പശ്ചാത്തലമാണ്. ശരൽക്കാല പെരുന്നാളാണിത്. ഇറ്റ്സ് എ ഫീസ്റ്റ് ഓഫ് ഓട്ടം, AUTUMN, ഓട്ടം. ശരൽക്കാല പെരുന്നാൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ പോലെ കേട്ടോ. അതായത് സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ പുറമോട്ടൊക്കെ ഒന്ന് പുറത്തോട്ട് നോക്കുവാണെങ്കിലും അറിയാം, കൊയ്ത്തും മെതിയെല്ലാം കഴിഞ്ഞ് പാടങ്ങളും അതുപോലെ തന്നെയുള്ള മറ്റ് വിരിപ്പ് നിലങ്ങളുമെല്ലാം ഇങ്ങനെ വെന്ത് ഉരുകി കിടക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം, നോട്ട് എഴുതുകയും വേണം. മുന്തിരിയുടെ കൃഷിയുടെ ആദായം കഴിഞ്ഞു, ഒലിവിൻ്റെ ആദായം കഴിഞ്ഞു, ഗോതമ്പിൻ്റെ ആദായം കഴിഞ്ഞ്, ഇങ്ങനെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഫലമെല്ലാം എടുത്ത് പ്രോസസ്സ് ചെയ്ത്, ഗോതമ്പാണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാൻ എല്ലാ പരുവത്തിലേക്ക് നീക്കി, ഒലിവാണെങ്കിൽ അത് കാച്ചി അതിൽ നിന്ന് എണ്ണയെടുത്ത്, കുറച്ച് എണ്ണ എടുക്കത്തുള്ളൂ, ബാക്കി എന്തിനായിരിക്കും? നമ്മുടെ നാട്ടിലെ മാങ്ങ കുറച്ച് മാത്രമേ അത് പഴിപ്പിച്ച് ഉപയോഗിക്കത്തുള്ളൂ, ബാക്കി എന്തിനൊക്കെ ഉപയോഗിക്കും? ആരാധന ഹൃദ്യമാകണമെങ്കിൽ എത്ര വലിയ തിയോളജി ഞാനിവിടെ പറഞ്ഞാലും ആര് പറഞ്ഞാലും
ആരാധനയ്ക്ക് ജീവിതവുമായി ഒരു ബന്ധം ഉണ്ടാകണം. ജീവിതവുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യത്തിനും, നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിലാണ് നീ വരുന്നുവെന്ന്, ഞാൻ എന്തിനാ വരുന്നതെന്ന് അറിയാതൊരു ചോദ്യം ചോദിക്കും. വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലുള്ള പ്രയോജനമല്ല. നമ്മൾ കാണാത്ത ഒരു സ്ഥലം കാണാൻ പോവുക, അതൊരു അഡ്വാൻറ്റേജാണ്, അപ്പോൾ അതിനു വേണ്ടി പോകാം. യാത്ര ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ട്, യാത്ര ചെയ്യാൻ സാധിച്ചില്ല, അപ്പോൾ അത്രയും നേരം ഇങ്ങനെ യാത്ര ചെയ്ത് പോകാം, അല്ലേ? ഇത് കഴിഞ്ഞ് ഈ ക്ലാസ് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഞാൻ സുൽത്താൻ ബത്തേരിക്ക് യാത്രയാവുക, അടുത്ത 14 മണിക്കൂർ. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ എന്തോന്ന് ഉപയോഗിക്കും? അച്ചാറിടാൻ. കുറച്ച് കണ്ണിമാങ്ങയാണെങ്കിൽ അച്ചാറല്ലാത്ത കണ്ണിമാങ്ങ അച്ചാർ വേറൊരു ടൈപ്പാണ്. എന്തുവാ? ഉപ്പിലിട്ടതുപോലെയുള്ള അച്ചാർ, അല്ലേ? ഇതുപോലെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന അവിടുത്തെ മാങ്ങയുടെ പേരെന്തുവാ? ഇസ്രായേലിലെ മാങ്ങയുടെ പേരെന്തുവാ? ഇസ്രായേലിലെ അവിടുത്തെ മാങ്ങയുടെ പേരെന്തുവാ? ഒലിവ്. പറഞ്ഞേ. ഇവിടെ അപൂർവം ചില റെസ്റ്റോറൻറ്റിൽ പോകുമ്പം പിസ്സായോ പാസ്തായോ അങ്ങനെ കഴിക്കുമ്പോൾ അതിനകത്തിൽ ഇങ്ങനെ കറുത്തത്, ഇല്ലയോ? ചിലരത് പൊളിച്ച് കളയും, കഴിക്കുന്നു വേണ്ട. ഈ ഒലിവെന്ന് പറയുന്നത് അതിന് കുരുവുള്ളതുണ്ട്, കുരുവില്ലാത്തതുണ്ട്, പച്ച നിറത്തിലുള്ളതുണ്ട്, കറുത്ത നിറത്തിലുണ്ട്, ബ്രൗൺ നിറത്തിലുള്ളതുണ്ട്, വലിയ ബിഗർ സൈസുണ്ട്, ചെറിയ ടൈപ്പുണ്ട്, എന്തെല്ലാം തരത്തിൽ ഒലിവുണ്ട്. അത് അവരുടെ ആദായത്തിലെയും ഭക്ഷണത്തിലെയും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് നന്നായിട്ടൊക്കെ നടന്ന് പഠിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്താൽ ഇതൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് പിന്നീട് പോകാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങുന്ന പോലെ ഉറങ്ങിപ്പോകും. അപ്പോൾ ആ കൃഷിയെല്ലാം കഴിഞ്ഞ് ആദായമൊക്കെ എടുത്ത് സന്തുഷ്ടരാകുന്ന ആളുകൾ യാത്ര തിരിക്കുക. എവിടുന്ന്? എല്ലാ സ്ഥലത്തും ഒന്നും. ഇസ്രായേൽ എവിടെ? ഈ ജെറുസലേം എവിടാ നിൽക്കുന്നത്? ജെറുസലേമിലാണ്. ജെറുസലേം എവിടാന്ന് ചോദിച്ചാൽ എവിടാ? യെരുശലേമിലാണ്. യെരുശലേമിലെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രൗഢിയാണ് എന്ത്? യെരുശലേം ദേവാലയം. യെരുശലേം എന്ന് പറയുന്ന പട്ടണം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണമാണ്. അല്പം ഉയരത്തിലുള്ള ഒരു കൊടുമുടിയേറിയ ഒരു പട്ടണമാണ്. ഒത്തിരി കൊടുമുടിയൊന്നും അല്ല, എന്നാലും താഴ്ന്ന സ്ഥലത്തു നിന്ന് ഉയരത്തിലേക്ക് വരുന്ന ഒരു പട്ടണമാണ്. അതിൻ്റെ പ്രൗഢി ലോകത്തിലെ ആരാധനയ്ക്ക് വരുന്ന എല്ലാ മനുഷ്യരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ ദൈവം മാതൃക കാണിച്ച് ശലോമോൻ BC 1000 ആണ്ടിൽ, ഏകദേശം 1000 ആണ്ട് BC-യിൽ പണി കഴിച്ച ഈ ആലയത്തിലേക്ക് ഓരോരുത്തരും അവരുടെ പ്രാപ്തി പോലെ നടന്ന് വരാൻ തുടങ്ങുക. നിങ്ങൾ പറഞ്ഞേ, ഈ നടന്നു വരുന്ന ഈ യാത്രയിൽ ഈ ആളുകൾ ബോറടിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കാനുണ്ടോ? നെറ്റ്വർക്ക് ഉണ്ടോ? വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ആരാധനയ്ക്ക് ഇതൊരു ഭാഗമാണ്. ഏറ്റവും അവസാനം ഞാൻ പറയാം, ഈ ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്താലും നമ്മുടെ ആരാധന ബോറടിച്ച് പോകുന്നതിൻ്റെ കാര്യം ഈ ടെക്നോളജി ആരാധനയ്ക്കകത്ത് വരുത്താൻ പറ്റത്തുമില്ല. അപ്പോൾ ഇതൊരു പഴയ ഒരു കാര്യം, നമ്മൾ ഇതൊഴിച്ച് ബാക്കി ചെയ്യുന്നതെല്ലാം പുതുമയുള്ള കാര്യം. അപ്പോൾ ഒരു ബോറിങ് സ്വഭാവം ഈ കുട്ടികൾക്കെല്ലാം വരും. കാരണം ഇവർ മോഡേണായ ആളുകളാണ്. പുതുമയുള്ളതിനെ നോക്കുമ്പോൾ ആ പഴയ മെഴുകുതിരി തന്നെ പിടിച്ച് പഴയ ഈ സാധനത്തെ വെച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുക, അല്ലേ? അതും പിടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാനായിട്ട് അവസരം കൊടുക്കുവാണെങ്കിൽ കൂടുതൽ പേര് കയറും. അത് നമുക്ക് അനുവാദമില്ല. അപ്പോൾ ഈ കൃഷിയുള്ള ഈ മേഖലയിലൊക്കെയുള്ള നാട്ടിൽ നിന്ന് ഈ വന്നിരിക്കുന്നതിൽ നല്ലൊരു പങ്ക് ആളുകളും കൃഷിയൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ നെല്ലും കച്ചിയും ഇതുമെല്ലാം ഇങ്ങനെ വണ്ടിയെ കയറ്റിയിട്ട് ഹോ 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 ഹേലസ ഹേലേല ഇങ്ങനൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ ധാരാളം കേട്ടിട്ടില്ലേ? ഈ പാട്ടുകളെല്ലാം സമൂഹത്തിൽ നിന്ന് പോയത് കൊണ്ടാണ് ഈ പാട്ട് ചെയ്യുന്നവനിപ്പം വേദി കയറുമ്പം 10,000-കണക്കിന് ആൾക്കാർ അവിടെ കൂടുന്നത്. കാരണം ഇത് 10-30 വർഷമായിട്ട് ഇത് കേൾക്കുന്നില്ല. അപ്പോൾ നമ്മുടെ രക്തത്തിലും അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു കിടക്കുന്ന ഈ നാടൻ ശീലുകളും അതിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗീതത്തിൻ്റെ ഒരു വൈബ്രേഷൻ നിന്ന് പോയത് കൊണ്ട് ഇത് വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ അത് പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കാൻ ചാരുതയുള്ളവൻ കയറുന്നിടത്ത് ആളുകൾ ചവിട്ടിത്തിരിഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ കറ്റ ചവിട്ടുന്ന പോലെ ചവിട്ടിയാലും ആളുകൾ ഇടിച്ചു കയറും, മണിക്കൂറുകൾ കാത്തിരിക്കും. നമുക്ക് തിരിച്ചതിലേക്ക് വരാം. അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾക്കൊരു ഉത്തേജനവും പ്രചോദനവും ഒരു ആവേശവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സങ്കീർത്തനങ്ങൾ ഉരുവിടുക. എഴുതിക്കേ, അതെ. അപ്പൊ നമ്മുടെ സഭാവിഭാഗത്തിൽ നിന്ന് വീട്ടിൽ വളർന്നതിന് ശേഷം വിവിധ കാരണത്താൽ മറ്റ് സഭാവിഭാഗങ്ങളിലേക്ക് പോയവരുണ്ട്. ഈ എപ്പിസ്കോപ്പൽ സഭയുടെ ആരാധന അല്ലാത്ത സഭയിലേക്ക് പോയവരുണ്ട്. പക്ഷെ എന്നാലും അടുത്ത പള്ളിയിലെ പെരുന്നാളിൻ്റെ ശബ്ദത്തിൽ കൂടെ എവിടെയെങ്കിലും ഇങ്ങനെ കർത്താവേ നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട്
അത് കേൾക്കുമ്പോൾ അവരറിയാതെ, അപ്പുറത്തേക്ക് നാളിനോട് പറഞ്ഞ വിഷയമാണ്, എന്നാലും അറിയാതെ ദൈവമേ പണ്ടത്തെ കാലം എന്ന് ഓർക്കും. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സങ്കീർത്തനങ്ങൾ ചൊല്ലി ആരാധനയ്ക്കായിട്ട് ഇവരിങ്ങനെ വരികയാണ്. ഇവിടെ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? തിരുനിവാസം എത്ര മനോഹരം! അവിടുത്തെ ആലയത്തിലേക്ക് വരുവാൻ എത്രമാത്രം ഞാൻ അഭിവാഞ്ചിക്കുന്നു. രണ്ട് കാര്യമാണ്. ഒന്ന്, തിരുനിവാസം, ദൈവത്തിൻ്റെ ആലയം മനോഹരം. രണ്ട്, അവിടേക്ക് വരുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഒത്തിരി നല്ല വാക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ അഭിവാഞ്ച എന്നൊക്കെ പറഞ്ഞിനി ചുമ്മാ അത് എന്താ എഴുതുന്നതെന്ന് അറിയാതെ പോകുന്നതുകൊണ്ട് അതിയായി ആഗ്രഹിക്കുന്നു, അത് തന്നെ വിഷയമാണ്. ഇറ്റ്സ് എ ലോങ്ങിങ്, ഇറ്റ്സ് എ ക്രേവിങ്. ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ ഉണ്ട്. ഇല്ലെങ്കിലും ചുമ്മാ അത് എഴുതിയിട്ട് പഠിക്കാൻ ശ്രമിച്ചാലേ നമുക്ക് അടുത്ത ലെവലിലേക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് എ ഇൻറ്റൻസീവ് ലോങ്ങിങ്, എ ക്രൈവിങ് ടു ബി ഇൻ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുവാനുള്ള, അവിടേക്ക് വരുവാനുള്ള അഭിവാഞ്ചയാണ് ഈ 84 സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ കൂടെ വെളിവാക്കുന്നത്. എൻ്റെ തുടക്കമായി സംഘം നോട്ട് ബുക്കിൽ എഴുതേണ്ട ഒരു സെൻറ്റൻസാണ്. വിശുദ്ധ ദേവാലയത്തിൽ ദൈവിക സംസർഗത്തിൽ ആയിരിക്കാൻ ഈ തീർത്ഥാടകൻ, ഈ നോട്ട് എഴുതുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. ഇതൊരു പിൽഗ്രിം സോങ് ആണെന്ന് ഞാൻ പറഞ്ഞു, തീർത്ഥാടക സങ്കീർത്തനം ഗാനമാണെന്ന് പറഞ്ഞെങ്കിലും തീർത്ഥാടന വേളകളിൽ മാത്രമല്ല, ആ അവസരത്തിന് മാത്രമുള്ള ഒരു സങ്കീർത്തനമല്ല ഇത്. അതിൻ്റെ തീം കോൺസ്റ്റൻ്റാണ്, അതാണ് അർത്ഥം. ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. തീർത്ഥാടനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? അപ്പോൾ എഴുതിക്കോ. തീർത്ഥം സമം തരണം, തരണം ചെയ്യിക്കുന്നത്, കടന്നു പോകാൻ സഹായിക്കുന്നത്. അപ്പോൾ തരണം ചെയ്യും, അതായത് നമ്മളൊരു ഊരാക്കുടുക്കിൽപ്പെട്ട്, എന്താ ഇതൊരു ഹിന്ദു മതത്തിൻ്റെ ഒരു കോൺസെപ്റ്റിൽ പെട്ടതാ, സംസാര സാഗരം, ഈ ലോകത്തിൻ്റെ ഓളങ്ങളിൽ പെട്ട് നമ്മളിങ്ങനെ തിരയിൽ അമർന്നു പോകുമ്പോൾ അതിനെ തരണം ചെയ്യിച്ച് അതിനെ അതിജീവിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിനെ ആണ് എന്ത്? തീർത്ഥാടനം എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, ഞാൻ തന്നെ ഈ തണ്ട് വലിച്ചാൽ എത്തത്തില്ല. എന്താ, വലിയ വള്ളങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ കേവ് വള്ളങ്ങൾ, വലിയ വള്ളങ്ങൾ, എൻജിൻ വെച്ച് പോകാത്ത വള്ളങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫ്രണ്ടിൽ ഒരാൾ പുറവിൽ ഒരാൾ നിന്ന് ആ കഴുക്കോല് കൊണ്ട് ഊന്നിപ്പോകും. അല്ലെങ്കിൽ തിരമാല ചെറുതായിട്ട് അടിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അത്ര ബാലൻസ് പോരാ, ഇവിടെ നിന്ന് ഊന്നുമ്പോൾ ഈ വള്ളം ഇച്ചിരി ഇങ്ങോട്ട് അകലും. അത് അപ്പുറത്ത് നിന്ന് ഊന്നുന്ന ഓപ്പോസിറ്റ് സൈഡിൽ കഴുക്കോലിടുന്നതിനെ ബാലൻസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന ആളും കൂടെ ചേർന്ന് പ്രവർത്തിക്കും. അങ്ങനെ ഒന്നിച്ചിരുന്ന് ചേർന്നിരുന്ന് പ്രവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് സതീർത്ഥ്യൻ. ആ സതീർത്ഥ്യൻ എന്നുള്ളതിൻ്റെ സിമ്പിൾ മലയാളം എന്തുവാ? കൂട്ടുകാരൻ, സതീർത്ഥ്യൻ അല്ലേ? അപ്പം ആ വഴിക്കൂടെയുള്ള അന്വേഷണം അതൊക്കെ വേറെ, നമ്മുടെ സബ്ബായിരുന്നു, അതങ്ങ് പോട്ടെ. അപ്പം ഇത്, ഈവൻ ദോ ദിസ് ഈസ് എ പിൽഗ്രിം സോങ്, ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് തീം ബിയോണ്ട് പിൽഗ്രിമേജ്. ആ അവസരത്തിൽ മാത്രം ഉപയോഗിക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എൻ്റെ ഒരു റിക്വസ്റ്റായിട്ടൊന്ന് എഴുതിക്കേ, ഒന്ന് എഴുതണം. ഈ സങ്കീർത്തനം കോമ, ഈ സങ്കീർത്തനം കോമ, ഇൻവേർട്ടർ കോമ, എ ടൈംലെസ്, കാലാതീതമായ എക്സ്പ്രഷൻ ഓഫ്, എ ടൈംലെസ് എക്സ്പ്രഷൻ ഓഫ് ദ അൾട്ടിമേറ്റ് satisfaction of pilgrimage, comma, and the pilgrimage of worship. ഞാൻ വളരെ ഒരു 30% കുട്ടികൾ എഴുതി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചേ, ഈ സങ്കീർത്തനം കോമ, ഇൻവേർട്ടർ കോമ സ്റ്റാർട്ട്സ്, എ ടൈംലെസ് എക്സ്പ്രഷൻ ഓഫ് ദ അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് പിൽഗ്രിമേജ്, കോമ, ആൻഡ് ദ പിൽഗ്രിമേജ് ഓഫ് വർഷിപ്പ്, ഇൻവേർട്ടർ കോമ ക്ലോസ്. അകത്ത് ഫുൾ സ്റ്റോപ്പും ഇൻവേർട്ടർ കോമ ക്ലോസ്. അതായത്
കാലാതീതമായ ഒരു സന്തുഷ്ടമായ തീർത്ഥാടനത്തിനും ആരാധന എന്ന തീർത്ഥാടനത്തിനും അങ്ങനെ ഒരു തീമുണ്ട്. എന്താ? അയ്യോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, അതൊക്കെ അലക്ഷ്യമാണ്. ആരാധനയുടെ ഒരു പ്രത്യേകത ഈ സങ്കീർത്തനത്തിൽ വേർപെട്ട് പോകാതിരിക്കുക. പോട്ടെ, അതിപ്പം ഞാൻ പറയുന്നില്ല. എന്നാ ആരാധനയുടെ ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട്. തിരിച്ചു നമുക്ക് വരാം. ഇതിനകത്ത് ഈ സങ്കീർത്തനത്തിന് ഈ 44 വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് 4 തന്നെ നോക്കിയേ. കുരുവി ഒരു കൂടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു വീടും നിന്റെ യാഗപീഠത്തിൽ കണ്ടെത്തുന്നു. ഇടപെടാതെ നിന്നെ അവർ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആലയത്തിൽ വസിക്കുന്നു. അവിടുത്തെ ആലയത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാർ. അതാണ് നമ്മുടേത്. അപ്പോ ഈ തീർത്ഥാടകന് ഒരു കാര്യത്തിൽ അസൂയ. ഈ തീർത്ഥാടകന് ഒരു കാര്യത്തിൽ അസൂയ. എന്താണ് അസൂയയുടെ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങേ അറ്റത്തൂന്ന് വഴിക്ക് കഴിക്കാനുള്ള ഗോതമ്പപ്പം. അതെന്തുവാ? നമ്മളിവിടെ കാണുന്ന ഈ തവാ റൊട്ടിയും ബട്ടർ പുരട്ടിയ റൊട്ടിയും നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒന്നുമല്ല. ഇസ്രായേൽക്കാരായ ആളുകൾ യാത്രയ്ക്ക് പോകുമ്പോഴും ആട്ടിടയന്മാർ കൊണ്ടുപോകുന്ന അപ്പം നമ്മളൊരൊറ്റ വാക്യത്തിൽ അപ്പം എന്നങ്ങ് കയറി പറയുക അല്ലേ? ഞാൻ ഈ വടക്കോട്ടൊക്കെ യാത്ര ചെയ്യുമ്പം ഇന്നിപ്പോൾ പോകുന്നുണ്ടോ നാളെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് റോഡ് സൈഡിൽ എവിടെയെങ്കിലും വീട്ടിലൂണ് പോലുള്ളിടത്ത് നിർത്തി കഴിച്ചായി പോകുന്നത്, എല്ലാവരിടത്തൊന്നും അല്ല. അപ്പോൾ ഈ മധ്യ തിരുവിതാംകൂറിൽ ഞാൻ വിചാരിക്കുന്ന സാമ്പാറല്ല അവിടുത്തെ സാമ്പാർ. കോട്ടയത്തിന് വടക്കോട്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ദോശയല്ല അവിടുത്തെ ദോശ, ഇവിടുത്തെ അപ്പമല്ല അവിടുത്തെ അപ്പം. അപ്പം നമ്മളിതിനെല്ലാം കൂടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഒരു ബ്രെഡെന്ന് ഇംഗ്ലീഷിലങ്ങ് ഇവർ പറയുക, അപ്പം എന്ന് പറയാം. ഇത് എന്ന് പറഞ്ഞാൽ വെള്ളം തൊടാതെ ഈ ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അനേക ഈ ചപ്പാത്തി പോലത്തെ അപ്പമുണ്ട്. അത് ഇങ്ങനെ മൃദുലമായ ഒന്നല്ല. പിന്നെന്താ? അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ബ്രേക്ക് ചെയ്യുക എന്നാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ എന്താ വിളിക്കുന്നത്? ഈ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അപ്പം കട്ട് ചെയ്യുക എന്നല്ല. ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ? കട്ടിങ് എന്നുള്ള വാക്കാണ് അല്ലേ? ഇവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്താ? അപ്പം മുറിക്കുക എന്നുള്ളത് ബ്രേക്കിംഗ് എന്നാ. ബ്രേക്കിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തോ? കട്ട് ചെയ്യുക എന്നാണോ? അല്ല, പിന്നെന്താ? ഒടിക്കുക എന്നാ. എഴുതച്ചാ, ബ്രേക്കിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒടിക്കുക, മുറിക്കുക എന്നാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വടക്കേ ഇന്ത്യയിലെ മസാല പപ്പടം നിങ്ങൾ ഇവിടെ ഇപ്പോൾ കിട്ടുമല്ലോ, കണ്ടിട്ടില്ലേ? എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വറുത്തെടുക്കുന്ന അല്ലാതെ മൊരിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് മസാല പപ്പടം എല്ലാവരും ഇപ്പോൾ ഇവിടുത്തെ വടക്കേ ഇന്ത്യയിലെ റെസ്റ്റോറൻറ്റിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, എല്ലാവരും പോയി കഴിക്കും അല്ലേ? പനീർ എന്താണെന്നറിയാമോ? കേരളത്തിൻ്റെ ഭക്ഷണമാണോ പനീർ? പണ്ട് മുമ്പ് പറഞ്ഞു പനീർ അറിയാം. എങ്ങനെ അറിയാം? ഇന്നാൾ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ അപ്പം വെജിറ്റബിൾ കറിക്കകത്ത് നിങ്ങൾ ഒരു കറി മേടിച്ച ഏതാ? പനീർ കറിയാ അല്ലേ? പനീർ അറിയാമോ? അതെല്ലാം മേടിക്കുന്നവരുടെ ഈ പപ്പടവും കിട്ടിക്കാണും സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ, അതുപോലത്തെ കട അല്ലേ? അത് കണ്ട ഒടിച്ചെടുക്കുന്നത്, കിടക്കുന്നത് ഒടിച്ചെടുക്കും. അതുപോലെ 10 50 അപ്പങ്ങൾ ഉണ്ടാക്കി തുരുത്തി വെള്ളം, ഇടയ്ക്ക് ഇച്ചിരി കഴിക്കാനുള്ള വൈന്, ഒലിവെണ്ണ, ഒലിവ് കായ, ഇതെല്ലാം സംഭരിച്ച് ഇതെല്ലാം പ്രത്യേകമായി കെട്ടിപ്പൊറുക്കി ഇതും തോളിൽ ഏന്തിക്കൊണ്ടാണ് യഹോവേ നിന്റെ ആലയം എത്ര മനോഹരം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാർ. മീബൽ പക്ഷി കുരുവി ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഇത്രയും കിലോമീറ്റർ നടക്കണം, വിയർക്കണം, വിശ്രമിക്കണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. കുരുവിക്കാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് വന്ന് കയറുന്നു, ചികിത്സിച്ചാന്ന് പാട്ട് പാടുന്നു, നിന്നെ സ്തുതിക്കുന്നു, തിരിച്ച് വീണ്ടും പറന്നു പോകുന്നു, വീണ്ടും വരുന്നു. അവരെത്ര ഭാഗ്യമാണ്. ഇതാ പറയുന്നത്. ഇതാണ് അസൂയ. എന്താണ്? നിങ്ങളുടെ അസൂയയുടെ കാര്യം എനിക്കറിയാം. അവൻ നിന്ന് പാടുന്നു, അവൻ്റെ സ്വരം നല്ല മധുരമുള്ളതാ, അതൊരസൂയ. അവൻ നല്ലവണ്ണം വായിക്കുന്നു. ഞാനെന്നും നീയൊന്നും ഒക്കെയുള്ള വാക്കുകൾ വേറിട്ട് അല്ലേ?
ഇവിടെ 51 സങ്കീർത്തനം കഴിഞ്ഞാൽ പിന്നുള്ളത് അങ്ങനെ വായിക്കുന്നത് എൻ്റെ ദൈവമേ അതിന് ദൈവം എൻ്റെ പ്രമാണമാണ് നിൻ്റെ പ്രമാണം. ഇപ്പം നമ്മൾ വായിക്കുന്നതെല്ലാം എൻ്റെ പ്രമാണം നീ പഠിക്കണമെന്നാ. നിങ്ങൾ കേട്ടോ നോക്കിയോ, ഒറ്റ ഒരു മനുഷ്യൻ ഇത് തിരുത്തുകയോ ഇങ്ങനെ അല്ലെന്നുള്ളത് സഭയെ പറയുന്നില്ല. ആര് പറയുന്നുണ്ട്? എൻ്റെ പ്രമാണമാണോ നിൻ്റെ പ്രമാണമാണോ, എൻ്റെ ആത്മാവാണോ നിൻ്റെ ആത്മാവാണോ എന്നൊക്കെ ഉള്ളത് ഞാൻ നീ എന്നുള്ള വ്യത്യാസം പുസ്തകത്തിലുണ്ട്. പക്ഷെ ഉച്ചരിക്കുമ്പോഴത് ക്ലിയർ അല്ല. പോട്ടെ, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഈ വിഷയാസ്പദമായ രീതിയിലേക്ക് തന്നെ നമുക്ക് പോകാം. ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ ആരാധനയിലേക്ക് ബന്ധപ്പെടുത്താം. അപ്പോൾ ഈ തീർത്ഥാടകൻ ഇത്രയും കഷ്ടപ്പാടുകളേറ്റ് നടന്നിവിടെ വന്ന് ഈ ആലയത്തിൽ വന്നെന്ന് പ്രാർത്ഥിച്ച്, അതുതന്നെ എത്ര നേരം നിൽക്കാൻ പറ്റും? ശ്രദ്ധിച്ചേ, ഇത്രയും ദൂരേന്ന് വന്ന ഒരാൾ, ചില ആളുകൾ ഇതങ്ങോട്ട് കഴിഞ്ഞ് കിടന്നുണ്ട്, മോളമ്മേ പോകാം, ബാ ബാ വണ്ടി, ബാക്കിയുള്ളവരെല്ലാം വന്ന് നിങ്ങൾ ഇവിടെ നിൽക്കാം, ബാ ബാ. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഒരു 5 മിനിറ്റ് കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇല്ലില്ല, നമുക്ക് പോകാനുള്ള സമയമായി, ബാ ഓടി വാ. പിന്നെ മനസ്സില്ല, മനസ്സുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലയോ? പുതുപ്പള്ളി പോയിട്ട് അവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് കാണാം, പരുമലപ്പള്ളിയുടെ പ്രദേശത്ത് അപ്പുറത്ത് പോകാം, അഴിപ്പരയിലോട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കാണ് OBUS എൻ്റെ സാറ് വന്ന് പറഞ്ഞത്, ഹലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 30 മിനിറ്റ് ആയിരുന്നു, ഇപ്പം 40 മിനിറ്റ് ആയി, പെട്ടെന്ന് വന്ന് വണ്ടി കയറി. ഓ ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുമ്പോഴാണ് കുരുവി ചിറകും പിടിച്ച് പാട്ടും പാടി യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അടുത്ത് കിടന്ന് അവർക്ക് ഇഷ്ടമുള്ള പോലെ സന്തോഷം നടത്തുന്നു, നൃത്തം നടത്തുന്നു, ആനന്ദ നൃത്തം നടത്തി പാട്ട് പാടുന്നു. നമുക്ക് പറ്റുമോ അത്? ഇനി എത്ര നാൾ കഴിഞ്ഞായിരിക്കും ഒന്നുകൂടെ വരുന്നത്? ആർക്കറിയാം അല്ലേ? അപ്പം അങ്ങനെ ഒരു ചെറിയ അസൂയാവഹമായ ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ട്. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിക്കേ. ഈ കുരുവിയുടെ വാസം, ഈ കുരുവിയുടെയും പക്ഷിയുടെയും വാസം ഒന്നുകിൽ യെരൂശലേം ദേവാലയത്തിലെ പിടവുകളിലും വിള്ളലുകളിലും ആയിരിക്കും. ഇനി 2 കാര്യം ഞാൻ പറയാം. നമ്മുടെ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയുടെ എക്സ്ട്രീംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്തുവാ? തണുപ്പ് കാലത്ത് അതിശൈത്യവും ചൂട് കാലത്ത് വഹിക്കാൻ കഴിയാത്ത ചൂടും. ഇതാ എക്സ്ട്രീം. അങ്ങനെ ഉണ്ട്. ഈ ചൂട് അങ്ങോട്ട് കൂടി വരുന്ന ഈ സമയത്ത് കണ്ടോ, ഇവിടെ ഈ ഫാൻ കണ്ടോ, ഈ ഫാനിൻ്റെ ലീഫ് അത് കിടന്ന് കറങ്ങുന്നതിൻ്റെ അവിടെ മുകളിലത്തെ പൈപ്പിൻ്റെ അത് എക്സ്പോസ് ചെയ്യാതിരിക്കാൻ ഒരു കപ്പ് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയല്ല. കണ്ടോ, മേളിലൊരു കപ്പ് വെച്ചിട്ടില്ലേ? അതിൻ്റെ ഇടയിൽ ഇച്ചിരി ഒരു വിടവുണ്ട്. കണ്ടോ? ഇപ്പം നമ്മൾ വടക്കേ ഇന്ത്യയിൽ പോയാൽ ഈ കാലഘട്ടത്തിൽ, ഈ ഏപ്രിൽ മാസം മുതൽ ഇപ്പം മെയ് കഴിയാറായി, ഈ കാലഘട്ടത്തിൽ കുരുവികൾ അതുപോലുള്ള കൊച്ചു പക്ഷികളെല്ലാം നാരും വേരും എല്ലാം കൊണ്ടുവന്ന് അവിടെ കൂടുകൂട്ടും. നമ്മളെല്ലാം അവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ജനലിൽ കൂടെ കയറി വന്ന് എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം ഒരു പരിപാടി നടത്തി നോക്കാം. നമ്മളിത് ഒബ്ജക്റ്റ് ചെയ്യും. നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ കുരുവിക്കറിയാം. നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കുരുവിക്കറിയാം ഇവൻ പ്രാർത്ഥിക്കുന്നവനാണോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പള്ളിയിലൊന്നും പോയി കിടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഇതിനകത്തൂടെ കയറി വന്നല്ലേ തല്ലിക്കൊല്ലുന്ന കോപിഷ്ടനല്ല ഇവൻ എന്നറിയാവുന്ന കുരുവി 2 ദിവസം കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കൂടുണ്ടാക്കും, മുട്ടയിടും. ഫാൻ കറങ്ങുകയും ചെയ്യും, ഒന്നും സംഭവിക്കത്തില്ല. അത് മുട്ടയിട്ട് കുരുവായി കുഞ്ഞുങ്ങളായി പുറത്തു പോകും. ഞാനിങ്ങനെ വടക്കേ ഇന്ത്യ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ മുറി വന്ന് ചെയ്തിട്ടുണ്ട്, അനേകരുടെ മുറിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിലാണല്ലോ അല്ലേ. അവിടെ സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കത്തീഡ്രലുണ്ട്, ടൗണിൽ തന്നെയാണ്. അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? സുൽത്താൻ ബത്തേരി വന്നിട്ടുള്ള ഒരു കൈപൊക്കിക്ക്. വളരെ മോശം. ഇതെല്ലാം ഈ അപ്പച്ചന്മാർ, ഇവരെന്തോനും വരുന്നത്. അപ്പം താഴോട്ടിരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും സമയം കിട്ടുമ്പം പരുമലിലേക്ക് വന്നില്ലല്ലോ, എങ്ങോട്ട് വരണം? പറഞ്ഞേ. ഈ മഴയില്ലാത്ത നല്ല നല്ല ശീതള ചായയുള്ള നല്ല ഹരിതാഭ ഭംഗിയുള്ള സ്വസ്ഥതയും സമാധാനവും ഉള്ള കേരളത്തിലെ ഏക സ്ഥലം പറഞ്ഞ ഏതാന്ന്? അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഞാനവിടെ ചുമതലയേറ്റ് ചെന്നതിന് ശേഷം പല ആവശ്യങ്ങൾക്കായിട്ട് ദേവാലയത്തിൽ ചെല്ലും. അപ്പോൾ നിങ്ങളിനി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ കാലാവസ്ഥയിലും നമ്മൾ നമസ്കാരത്തിന് നിൽക്കുന്ന മേശയുടെ അടുക്കൽ നല്ല ഭംഗിയുള്ള ഒരു കത്തീഡ്രലാണ്. പതിനായ നൂറുനാലനച്ചൻ പണിയിച്ചിരിക്കുന്ന ഒരു വലിയ സൗധമാണ് ഈ ദേവാലയം. അപ്പോൾ അതിൻ്റെ ഇടുക്കുകളിലെല്ലാം വിള്ളലുകളെല്ലാം ദ നോക്സ് ആൻഡ് ക്രാനീസ് എന്ന് പറയും. എന്ന് എഴുതിക്കേ. ഇംഗ്ലീഷിൽ 2 വാക്ക് മരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് പഠിച്ചേ. നോക്സ്, NOOKS ആൻഡ് CRANNES, നോക്സ് ആൻഡ് ക്രാനീസ്. വിടവുകൾ, വിള്ളലുകൾ, പൊത്തുകൾ.
വിടവുകൾ, വിള്ളലുകൾ, പൊത്തുകൾ. അപ്പോൾ അവിടെ നമ്മൾ പോയി ഇന്ന് ചെന്നാലും ഈ കുരുവികളെല്ലാം വന്ന് അവിടെ ഇരുന്ന് കീ എന്ന് പറഞ്ഞ് വേറെ ഒരു പള്ളിയിലും ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ കഷ്ടാന വാഴ്ച ഞാൻ അവിടെ ആരും നടത്തിയിരിക്കുന്നതുകൊണ്ട് നല്ല ചൂടുള്ള ഒരു ക്ലൈമറ്റാണ്. ഇവിടുത്തെ അത്രയും ചൂടില്ല, നല്ല കാലാവസ്ഥയാണ്. അവിടെ നമ്മളെപ്പോൾ ആരാധനയ്ക്കല്ല 24 മണിക്കൂർ ഈ കുരുവികൾ അവിടെ വന്ന് അതിലിങ്ങനെ കയറിയും പോവുകയും ചെയ്ത് അവരിങ്ങനെ അവരുടേതായ പാട്ടുകൾ പാടി സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതുപോലെ ഈ കുരുവികളും ഇതുപോലെ ഇതിനകത്തിൽ ഇങ്ങനെ കിടന്ന്, മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ജീവിതത്തെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതവുമായി നോട്ടെഴുതാനായി പറയുന്നേ, നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യും. ഇത് ഒരു മനുഷ്യ സ്വഭാവമാണ്. അടുത്തത്, ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ്. പക്ഷേ there is no way to escape. എനിക്ക് കിട്ടിയതും കിട്ടാത്തതും വേറൊരുത്തന് കിട്ടിയതും കിട്ടാത്തതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്താ അങ്ങനെ? എനിക്ക് കിട്ടിയതും കിട്ടാത്തതും വേറൊരാൾക്ക് കിട്ടിയതും കിട്ടാത്തതും തമ്മിൽ കമ്പയർ ചെയ്യും. കുറച്ച് പേര് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കമ്പയർ ചെയ്ത് കാണുമായിരിക്കുമല്ലോ, ഏതാണ്ട് ഒരു കാര്യം പുറത്ത് വന്നപ്പം, അല്ലേ? കുറച്ച് പേർക്ക് അധികം താമസിക്കാതെ അടുത്ത റിസൾട്ട് വരുമ്പം കമ്പയർ ചെയ്യും. പരീക്ഷയുടെ അന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, അതുവഴി ഒന്ന് പോയതാ, അവനും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹൂ കേഴ്സ് എന്ന് പറയുന്നതിനകത്ത്, അല്ലേ? ഇതെല്ലാം സഹിക്കുന്നത് നമ്മൾ പള്ളിയുടെ ആരാധനയില്ല. അതിലേക്ക് ഞാൻ വരുന്നില്ല, നമുക്ക് അവസാനം വരാം. അപ്പോൾ ഈ കുരുവികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇവർ ഈ പറയുകയാണ്, നമ്മുടെ കർത്താവ് വരെ സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നമ്മുടെ കർത്താവ് വരെ നിരാശനായിട്ടല്ലെങ്കിലും കുരുനരികളുടെയും ആകാശത്തിലെ പക്ഷികളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെക്കാൾ വലുതായിട്ട് കരുതിയിട്ടുണ്ടല്ലേ? വിശുദ്ധ ലൂക്കോസ് എഴുതി, ലൂക്കോസ് 9:58 കർത്താവ് പറയാണ്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പക്ഷികൾക്ക് ആകാശത്തിൽ കൂടുമുണ്ട്, മനുഷ്യപുത്രനായി എനിക്കില്ല. എന്തോ ഒരു കഷ്ടം, അങ്ങനല്ലേ എൻ്റെ അർത്ഥം? ആന്നു. അപ്പൊ കണ്ട, കുരുവി അങ്ങ് പൊക്കി കർത്താവ്, അല്ലേ? പിന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, പറവകൾ എന്ത് ചെയ്യുന്നില്ല, കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ അവരുടെ അധ്വാനം അതൊന്നും അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നില്ല, അവയും ദൈവം പുലർത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. ലൂക്കോസ് 9:56, മത്തായി 6:26. ഇനി നിങ്ങൾ പറഞ്ഞേ, ഈ തീർത്ഥാടകനായി ഇത്രയും കഷ്ടപ്പെട്ടും അവിടെ ഇടാൻ വേണ്ടി അവിടെ ദേവാലയത്തിൽ ഇടേണ്ടതായ കോയിൻ അവിടെ വെച്ച് തന്നെ മാറി, ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യും, ഇവിടെ ഇടാൻ പറ്റുന്ന ഇസ്രായേൽക്കാർ അംഗീകരിച്ചിട്ടുള്ള ആ നാണയം വരെ മേടിച്ച് ഒരുങ്ങി വന്നിരിക്കുന്ന ആ ആളിനേക്കാൾ ഭാഗ്യവാനാണ് ആര്? ഈ ആളിൻ്റെ നോട്ടത്തിൽ ആര്? കുരുവികൾ. എന്താ ഈ കുരുവികൾ? രണ്ട് കാര്യം. ഒന്നുകിൽ ദേവാലയ സമീപത്തുള്ള വൃക്ഷങ്ങളിൽ ചേക്കേറിയിട്ടുള്ള കുരുവികളെ കുറിച്ചാകാം പറയുന്നത്, അല്ലെങ്കിൽ ആലയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ വിടവുകളിലും വിള്ളലുകളിലും പിളർപ്പുകളിലും വസിക്കുന്ന കുരുവികളെ കുറിച്ചാകാം. എന്തു തന്നെയായിരുന്നാലും കുരുവികളുടെ ജീവിതം, അവരുടെ അവസ്ഥ ഒരു സൗഭാഗ്യ അവസ്ഥയായി കരുതുന്നു ഈ സങ്കീർത്തനക്കാരൻ. ഇനി നമ്മുടെ മുഖ്യ സന്ദേശത്തിലേക്ക് വരാം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ എത്ര ധന്യർ. അവരെന്താ ചെയ്യുന്നത്? ഇടവിടാതെ നിന്നെ സ്തുതിക്കും. അപ്പോൾ യഹോവയുടെ ആലയത്തിൽ, നോട്ടെഴുതിക്കേ, യെരുശലേം ദേവാലയത്തിൽ പാട്ടുകൾ പാടി യഹോവയെ സ്തുതിക്കുന്നതിന് പ്രത്യേകം നിയോഗിതരുണ്ട്. അവരുടെ പാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം, അവരുടെ പാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം സൈന്യങ്ങളുടെ യഹോവേ എന്ന്, അഥവാ മഹോന്നതനായ യഹോവേ, യാഹ്വേ സബഓത്ത്, ഹീബ്രു ഭാഷയിലെ യാഹ്വേ സബഓത്ത്. അപ്പോൾ അതിലെല്ലാം കാണുന്നുണ്ട് എന്താ?
നീ സർവശക്തനാണെന്നും നീ വിജാതിയരുടെ ഇടയിൽ നിന്നല്ലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം. കണ്ടോ, ഇപ്പോൾ മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളെ ചാലിച്ച് ഇങ്ങനെ എടുത്ത ഒറ്റ ഒരു പ്രയോഗത്തിലൂടെ അനേക കാര്യങ്ങൾ സ്പന്ദനം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ അവർക്ക് തുല്യമാണ് ഈ കുരുവികളുടെ പാട്ട്. ആ നിയോഗിതരായ സംഗീതക്കാരുടെ സംഗീതത്തിന് തുല്യമാണ് കുരുവികളുടെ പാട്ട്. ദേവാലയത്തിൻ്റെ ഇങ്ങോട്ട് എഴുതണം, ദേവാലയത്തിൻ്റെ കാവൽക്കാരായി, ബ്രാക്കറ്റിൽ ഗാർഡ്സ്, GUARDS, ഗാർഡ്സ്, കാവൽക്കാരായി നിയോഗിതരാകുന്നവർ കോരഹപുത്രന്മാരായിരുന്നു. റെഫറൻസ് നിശ്ചയമായിട്ട് എഴുതണം. സഭ ഈ ഒരു ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് അനേക കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടിയാണ്. ഇതുപോലത്തെ ക്യാമ്പുകളിൽ ആവർത്തിച്ച് വന്ന് സംബന്ധിച്ച് പലരിൽ നിന്ന് പല കാര്യങ്ങൾ കേൾക്കുന്നത് സംഗ്രഹിച്ച് വേണം വിജ്ഞാനം ആർജിക്കുവാനും ജീവിത വീക്ഷണം രൂപപ്പെടുത്താനും. അതിനു വേണ്ടിയിട്ടാണ്. 1 ദിനവൃത്താന്തം 9:19, 26:1, 19. ഇങ്ങനെ നിയോഗിക്കപ്പെടുന്നവർ 212 പേരാ. ഏതോസ്തത്തിൽ ആ ഭാഗം വായിച്ചു നോക്ക്. 212 പേരാണെന്ന് അവിടെ പറഞ്ഞു. എത്ര പേരുടെ ഒരു സംഘമാ? 212 പേര്. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ അമ്പലങ്ങളിലെ അല്ലേ 4 നടകളുണ്ടാവും അല്ലേ? ഉണ്ട്. വൈക്കം ക്ഷേത്രത്തിലൂടെ പോയാൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് ചേരുന്നത് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏതായിരിക്കും? തെക്കേ നട. അതിൻ്റെ അപ്പുറത്തൂടെ പോകുമ്പോൾ കാണുന്ന ഭിത്തി അതൂടെ വടക്കേ നട, അപ്പുറത്ത് കിഴക്കേ നട, പടിഞ്ഞാറേ നട. ഇതെല്ലാ പ്രധാന ക്ഷേത്രങ്ങളും ഉണ്ട്. അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റേത് അല്ലെ ട്രഡീഷണലായ വസ്ത്രം ഇട്ടുകൊണ്ട് കാവൽക്കാർ നിൽപ്പുണ്ട്. വടിയും ഉണ്ട് അവരുടെ കയ്യിൽ. അത് അടിക്കാനും എടുക്കാനും ഒന്നുമല്ല, ഈ ആലയത്തിലേക്ക് വരുന്നതിന് യോഗ്യമല്ലാത്തവർ വരുമ്പോൾ തടയാൻ വേണ്ടിയാണ്, അല്ല വേറെ ഒന്നിനുമല്ല. വത്തിക്കാനിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ സിസ് ഗാർഡ്സ്, പ്രത്യേക വസ്ത്രം അടിച്ച് അല്ല കൂർമ്മനയുള്ള ഒരു ആയുധവും ഒരു വടിയും ഉള്ളതും ചേർത്ത് പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയുള്ളവരായതുകൊണ്ട് സല്യൂട്ട് ചെയ്ത് നമ്മളകത്ത് കയറും. അല്ലാതുള്ള ഒരാൾ, പുറത്തു നിന്നുള്ള ഒരാൾ ഒരു ഇതുമില്ലാതെ അങ്ങോട്ട് ചെല്ലുമായിരിക്കുമോ? ചെല്ലത്തില്ല. കാരണം അവിടത്തോട്ടൊന്നുമല്ല, അതിനൊക്കെ ഒത്തിരി ദൂരെ വെച്ച് തന്നെ തടയപ്പെടും. അതുകൊണ്ട് അവർ ഇടപെടേണ്ട വരുത്തില്ല. നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നതിന് അതിനൊക്കെയുള്ള സാധനം കൈ കാണും. ഇത് കാണുന്നുണ്ടെങ്കിൽ അറിയാതെ അങ്ങേ അറ്റം വരെ പോകാൻ പറ്റുന്നതാണ്. അടുത്ത കളറുള്ളവനറിയാം ഏത് സ്റ്റെപ്പ് വരെ ആ കളറിലുള്ളവർക്ക് കയറാവുന്നത്. അല്ലാതുള്ളത് ശ്രമിച്ചാൽ അവർ തടയും. അങ്ങനെയൊന്നും ആരും ഇപ്പോൾ ശ്രമിക്കാറില്ല. പോട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെ ഇവർ ലേവ്യ വംശം. കോരഹപുത്രന്മാരെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. അവർ ഏത് വംശത്തിൽപ്പെട്ടതാ? ലേവ്യ വംശത്തിൽപ്പെട്ടവരാ. ലേവ്യ വംശത്തിൽപ്പെട്ടവരാണ് യെരൂശലേം ദേവാലയത്തിൻ്റെ ആരാധനയും അതിൻ്റെ സംരക്ഷണവും പാലിക്കുന്നവർ. ദേവാലയത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് എഴുതണം. ദേവാലയത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് പുരോഹിതരും ലേവ്യരും ആലയത്തിൽ വസിക്കുന്നു. അപ്പം അവരുടെ അവസ്ഥയാണ് നമ്മുടെ മുഖ്യ ചിന്താവിഷയമായി. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര അനുഗ്രഹീതരാണ്, അവരുടെ ആ ഒരു 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 ഭാഗ്യം കണ്ടോ എന്ന് പറയുന്നത് ലേവ്യരുടെയും പുരോഹിതരുടെയും അവസ്ഥയെക്കുറിച്ചാണ്. റെഫറൻസ് വെറുതെ പറഞ്ഞാൽ പോരാ. 1 ദിനവൃത്താന്തം 23, 23-ന്റെ 30, 32, 2 ദിനവൃത്താന്തം 29, 27, 28, സഭാപ്രസംഗി 47-ന്റെ 8. ഇനിയുള്ള ഏതാനും നിമിഷങ്ങൾ ഈ തീമിനെ അടിസ്ഥാനമാക്കി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഞാനും നിങ്ങളിലേക്കും വരിക. ഒന്നാമത്തെ പോയിന്റ്, ആരാധന ആവേശമായി മാറണം. വർഷിപ്പ് മസ്റ്റ് ബി പാഷനേറ്റ്. PASSIONATE, പാഷനേറ്റ്.
പ്രിയപ്പെട്ട എളിയ സഹോദരങ്ങളെ, ആരാധന ആവേശമായി മാറണമെങ്കിൽ അത് സ്വയമേവ, എഴുതണം ആ വാക്കുകൾ, സ്വയമേവ ചെയ്യണം. അതിന് ഇംഗ്ലീഷാണ് വോളണ്ടറിലി. ആ വോളണ്ടറിലി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് വരുന്നത് വോളൻറ്റെ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. വാക്കിൻ്റെ അർത്ഥം മനസ്സോടെ. അതുകൊണ്ട് നമ്മുടെ കല്യാണക്കുറിയിലൊക്കെ DV എന്നിരിക്കും, ഡിയോ വോളൻറ്റെ, ദൈവഹിതമായാൽ. അപ്പം ഈ വോളൻറ്റെ വരുന്നത് എവിടെ നിന്നാ? 7 മണിയായി എഴുന്നേക്കാനെന്ന്, 7 മണിയായി എഴുന്നേക്കാനെന്ന്, 7:30 പള്ളി നമസ്കാരമാ. ഇന്നലെ ഞാനും നീയും എല്ലാം കൂടെ സന്ധ്യാനമസ്കാരത്തിനപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേടാ, 3 പിള്ളേർ വേറെ ക്യാമ്പിൽ പോകുന്നതുകൊണ്ട് വേറെ ആരുമില്ല, സുബിനെ നീ വരണേന്ന്. നേരം വെളുത്തുനിന്ന് എഴുന്നേക്കാൻ. ഇതിന് വോളണ്ടറി എന്നാണ് പറയുന്നത്. ഇതിന് വോളണ്ടറി എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തുള്ളവർ പറഞ്ഞു സ്വമേധ, സർവാത്മന, മനസ്സോടെ, ഉള്ളിൽ നിന്ന് പറയണം. അടുത്തൊരു സെന്റൻസ് എഴുതി, ഞാൻ. ഇവിടെ ഒരു പ്രയോഗമുണ്ട്, എൻ്റെ രാജാവ് എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഉള്ളം. അപ്പോൾ ഈ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം എൻ്റെ ഉള്ളമെന്ന് പറയുമ്പം പുറമേ ഒന്നും കൂടി ഇല്ലയോ അർത്ഥം? എൻ്റെ ഉള്ളം എന്ന് പറയുമ്പോൾ എൻ്റെ പുറം അതിൽ വരുന്നില്ല, ഉണ്ടോ? അപ്പോൾ ഇവിടെയാണ് ഭാഷാ പഠനങ്ങൾ നമുക്ക് വേണ്ടത്. എൻ്റെ ഉള്ളം എന്നതിന് ഉപയോഗിക്കുന്ന ഹീബ്രു പദം എൻ്റെ ഉള്ളം. അതൊക്കെ തെറ്റായ ട്രാൻസ്ലേഷനാണ്, അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. എൻ്റെ ഉള്ളം എന്നല്ല, എൻ്റെ ഉള്ളം എന്ന് ഉപയോഗിക്കുന്നതിന് നഫേഷ്, എഴുതിക്കേ, നഫേഷ്, ഷാ എഴുതി ചന്ദ്രകല, നഫേഷ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥമൊക്കെ ഇന്നതുപോലാണെന്നൊന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ ആർബിട്രേറ്ററിയാണ് പഠനപരമായി. പക്ഷെ നഫേഷ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉള്ളവെന്നല്ല, ഞാൻ എന്നാണ്. അപ്പം മാറിയല്ലോ. എൻ്റെ ഉള്ളം അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പുറമേ കട്ടിലേ കിടക്കാൻ ആഗ്രഹിക്കുന്നു. പ്രായോഗികമായിട്ട് എന്താ? എഴുതിക്കേ, നോട്ടിൽ എഴുതിക്കേ. എൻ്റെ ഉള്ളം പള്ളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പുറം കട്ടിലേ കിടക്കാൻ ആഗ്രഹിക്കുന്നു. എഴുതിക്കേ. പിന്നെ ചിത്രം വല്ലതും വരയ്ക്കാൻ താല്പര്യമുള്ള പിള്ളേരെ ഒന്ന് വരച്ചേ. ഉള്ളം പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പുറന്തോട് കട്ടിലേ കിടക്കാൻ ആഗ്രഹിക്കുന്നു 7 മണിക്ക് പതുപ്പൊക്കെ ഇട്ട്. മഴയായിരുന്നത് നല്ല സുഖം. പുറവും അകവും തമ്മിലുള്ളൊരു സംഘർഷം ഇല്ലേ? അല്ല. നഫേഷ് എന്ന വാക്കിന് ഒരു വ്യക്തി, എൻ്റെ ഫ്ലഷ് എന്നാണ്, എൻ്റെ ആത്മാവെന്നാണ്, എൻ്റെ ഉള്ളെന്നാണെങ്കിലും യഹൂദനെ സംബന്ധിച്ച് ജീവമായ അവസ്ഥയിലെ ആത്മ ശരീര മനസ്സുകളുടെ സംയോജനം. എഴുതണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മ ശരീര മനസ്സുകളുടെ സംയോഗം എന്നാണ് നഫേഷ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, ബാക്കിയുള്ളത് പോകാതിരിക്കുന്നതല്ല. എൻ്റെ ഉള്ളം നിൻ്റെ ആലയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയല്ല, ഞാൻ. അപ്പോൾ ഇനി ഉറങ്ങാൻ പറ്റുമോ നിങ്ങളൊന്ന് പറഞ്ഞേ? എൻ്റെ ഉള്ളമായിരുന്നെങ്കിൽ എന്തോ ചെയ്യാൻ, എൻ്റെ അച്ഛൻ വരണമെന്ന് ആഗ്രഹിച്ചായിരുന്നു എന്ന് പറയാം. പക്ഷെ ഞാനാണെങ്കിലോ, ഞാൻ പോകാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ എൻ്റെ ഉള്ളമല്ല പോകേണ്ടത്, പിന്നെ ആരാ? ഞാൻ തന്നെയാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ഏത് ഭാഗമാണ് എടുക്കുന്നത്? ആരാധന ആവേശമായി മാറണം, അല്ലേ? നമ്മുടെ ആരാധനയുടെ ഏറ്റവും മകുടമായ ഒരു ആരാധനയാണ് വിശുദ്ധ കുർബാന, അല്ലേ? ആ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ 2 വാക്ക് നമുക്ക് വേണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 15-ാം വാക്യം. അപ്പോൾ ശിഷ്യന്മാരോട് നേരത്തെ പറയുന്നുണ്ട്, പെസഹ ഒരുക്കാൻ അവർ തന്നെ പോയി ഒരുക്കി എല്ലാമായി. എന്നിട്ട് അവിടെ ഒരു വാക്ക് 7-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധേയമാണ്. സമയമായപ്പോൾ എന്ന് പറഞ്ഞ ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത് 22-ൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, എൻ്റെ കഷ്ടാനുഭവത്തിന് മുമ്പ് നിങ്ങളോട് ഈ പെസഹ ഭക്ഷിക്കുവാൻ അതിയായി ആഗ്രഹിച്ചു. എന്തെഴുതിക്കേ? അതിയായി ആഗ്രഹിച്ചു. have been, എഴുതിക്കേ, I have been longing to have this with you എന്ന് പറഞ്ഞാൽ
ഈ ക്യാമ്പിലോട്ട് വരാൻ വേണ്ടി 2-3 ദിവസത്തിന് മുമ്പിൽ പെട്ടിയൊക്കെ തയ്യാറാക്കി അവിടെ ചെല്ലുമ്പോൾ ആരെയൊക്കെ പുതുതായിട്ട് കാണും, എന്തൊക്കെ കിട്ടുമായിരിക്കും, പേനയുടെ കളർ എന്തോ ആയിരിക്കും, റൈറ്റിംഗ് പാഡ് എന്താന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവേശത്തോടെ ഇരിക്കുന്നത് പോലെ കർത്താവ് എത്ര 30 വർഷമായിട്ട് അത് കഴിഞ്ഞ് ഇവരെല്ലാം കൊണ്ടുപിടിച്ച കഴിഞ്ഞതിന് മുമ്പലത്തെ വർഷം നടന്നില്ല, കഴിഞ്ഞ വർഷം നടന്നില്ല, ഈ വർഷം 33-ാമത്തെ വർഷം. ഇപ്പോൾ എത്ര വർഷമായിട്ട് കർത്താവ് ആഗ്രഹിച്ചു കാണും അല്ലേ? അതാ കർത്താവിൻ്റെ വായിന്നാ പറയുന്നത്, നിങ്ങളോടൊത്ത് ഇത് ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു. കള്ളത്തരം പറയുന്നവരെ നല്ല ശിക്ഷ നൽകും. പള്ളിയിലെ മദ്ബായിലെ ശുശ്രൂഷയ്ക്ക് അതിയായി ആഗ്രഹത്തോട് പോകുന്നവർ കൈ പൊക്ക കണ്ട. ദൈവകൃപയാൽ 3, 6, 7, 9, 12 ഇനിയും പൊക്കണ്ട. സർവാത്മനയല്ല, അപ്പുറത്തിരിക്കുന്നവൻ പൊക്കി ഞാനിവിടെ പൊക്കാം, അങ്ങനെ വേണ്ട, അതൊരു പൊക്കലല്ല. അപ്പം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, നമ്മുടെ കർത്താവ് പോലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ആരാധനയുടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി 2 കാര്യമുണ്ട്. വേറൊരു കാര്യം കൂടെ ഞാനിവിടെ പരാമർശിക്കും. നമ്മുടെ കർത്താവ് അതിയായി ആഗ്രഹിച്ച, അപ്പം നിങ്ങളെ സംബന്ധിച്ച് ആ അതിയായ ആഗ്രഹം ശനിയാഴ്ച തന്നെ തുടങ്ങണം. എൻ്റെ ആ ആഗ്രഹം ശനിയാഴ്ച തന്നെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാവും. എന്തുവാ പ്രോബ്ലം? ഞായറാഴ്ച ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മിയുടെ കൂടെ ഇന്നടുത്ത് പോകണം, പപ്പയുടെ കൂടെ ഇന്നടുത്ത് പോകണം, അല്ല അവിടെ ഞങ്ങളുടെ ചേച്ചിയുടെ അല്ലെങ്കിൽ ഇന്നതിൻ്റെ ഒരു കല്യാണം ഉണ്ട്, അതിന് പോകണോ, അതിന് പോയാൽ അല്ലേ നമ്മുടെ പള്ളിയിൽ ആരാധന പോകും. അപ്പോൾ അടുത്ത ചോയ്സ് എന്തുവാ? ഞാൻ അതിന് വരുന്നില്ല, ഞാൻ ഇതിനെ നിൽക്കുന്നുള്ളൂ. ഏതിന്? ഈ പള്ളിയിലെ. അങ്ങനെ അതാണ് അതിയായ ആഗ്രഹം. രണ്ടാമത്, ജീവിതവും ആരാധനയും തമ്മിൽ ബന്ധിപ്പിക്കണം. ഈ ഒരു ആമോസ് എന്ന നമ്മുടെ ഒരു ചട്ടക്കൂട്ടിനുള്ളിലും ഈ ക്ലാസ്സിൻ്റെ വിഷയസംബന്ധമായും നിൽക്കുന്നത് കൊണ്ട് മാത്രം വളരെ ലളിതമായ ഒരു കാര്യം പറയാം. ഏത് സഭയുടെ ആരാധനയായാലും ഏത് ആരാധനയായാലും അതിന് അർത്ഥവും സൗന്ദര്യവും ജീവിത ഒരു ഗന്ധവും ഉണ്ടാകണമെങ്കിൽ ആരാധനയും ജീവിതവും തമ്മിൽ ബന്ധിപ്പിക്കണം. ലൈഫ് ആൻഡ് വർഷിപ്പ് മസ്റ്റ് ബി റിലേറ്റഡ്. ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ വർഷിപ്പ് ആൻഡ് ലൈഫ്. വേറൊരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? അതായത് ഈ ദൂരേന്ന് ഇങ്ങനെ നടന്നു തീർത്ഥാടകരില്ലേ, ആ തീർത്ഥാടകർ ദേവാലയത്തിലെ ആരാധനയ്ക്ക് വേണ്ടി വരുന്നത് കൊണ്ട് അവർ വരുന്ന സ്ഥലത്തെ കൃഷിയിടങ്ങളും അവർക്ക് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ എല്ലാം ഇങ്ങനെ പോകുന്ന ആളുകൾക്കെല്ലാം കൊടുക്കുന്നതല്ല, ചുമ്മാ ഇതൊന്നും ഉണ്ടാക്കുന്നതല്ല, ചുമ്മാ ബന്ധുക്കോസുകാരൻ പറയുന്ന പോലൊന്നുമല്ല. ഇതിനെല്ലാം അടിസ്ഥാനമുണ്ട് ഭൂതമതത്തിൽ. അതിനെ എങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇതിനെല്ലാം ചരിത്രപരമായ അടിസ്ഥാനം. എന്താ ഞാൻ പറഞ്ഞത്? അങ്ങ് ഇസ്രായേലിൻ്റെ വടക്കേ അറ്റത്തുനിന്ന് യാത്ര നടത്തി കഷ്ടപ്പെട്ട് നടന്നു വരുന്ന ആ വീതിയുടെ ഇരുവശങ്ങളിലുള്ള പാടങ്ങൾ, മുന്തിരിത്തോപ്പുകൾ, അങ്ങനെയുള്ളതൊക്കെ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് പരുമലപ്പള്ളിയിലേക്കോ മറ്റുള്ളിടത്തോ തീർത്ഥാടകരായി വരുമ്പോൾ ആളുകൾക്ക് നമ്മൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്നത്. ഉണ്ട് ശബരിമലയിലേക്ക് പോകുന്നവർക്ക് ഇടത്താവളം ഒരുക്കി അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നത്. ഇതിനെയൊന്നും പുച്ഛിക്കാനൊന്നും പറ്റത്തില്ല. അതിനെ ഭൗതികമായും ആത്മീയമായ പരിവേഷങ്ങൾ നൽകാം ഇൻ വേരിയിങ് ഡിഗ്രീസ്. എന്താ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചേ? ഭൗതികമെന്നും ആത്മീയമെന്നുമുള്ള 2 തലത്തിലെ വേരിയിങ് ഡിഗ്രീസിൽ നമുക്കതിന് പ്രാധാന്യം കൊടുക്കാമെന്നല്ലാതെ തികച്ചും അതൊക്കെ അസ്ഥാനത്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ സ്ഥാപിച്ചതല്ല, നമ്മൾ ആരും സ്ഥാപിച്ചതല്ല, യേശുദമ്പുരാൻ സ്ഥാപിച്ചതല്ല, അതേ അവരുടെ പൂർവികരായ ആളുകൾ പണ്ട് സ്ഥാപിച്ചു. അതിനെന്നും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹായും കൂട്ടരും റോമിൽ പോകുമ്പോൾ കപ്പലെല്ലാം പോയി എല്ലാവരും കൂടെ തപ്പിത്തടഞ്ഞ് ഓടിച്ചാടി ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവരാരും ക്രിസ്ത്യാനികളല്ല, ഇവരുടെ ആരുടെയും കസിൻസും അല്ല. അപ്പോസ്തലപ്രവൃത്തി 28 നോക്കി, ഞങ്ങളെ അവർ വളരെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. 10 പൈസ കൊടുക്കുന്നവനെ അഹങ്കരിക്കുമ്പം അച്ഛൻ പറയേണ്ട വേദവാക്യം ഇതാ. തിരിച്ചവരെ വീട്ടിൽ കൊണ്ടുപോയി വിനയസമേതം കുലീനതയോടെ അവരെ ശുശ്രൂഷിച്ചു. തിരിച്ച് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത് യാത്രക്കോപ്പുകൾ കള്ളിക്കൊണ്ട് കൊടുത്തു. അതുകൊണ്ടാണ് ആ ദ്വീപിലെ ആളുകളുടെ ഹോസ്പിറ്റാലിറ്റിയെക്കുറിച്ച് പ്രത്യേകം പറയുന്നത്. ഒരു ബന്ധവും മുൻപില്ല. എന്താ? ഒരു ബന്ധവും മുമ്പ് അവരുമായിട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷ വാഹകരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചപ്പോൾ പ്രത്യുപകാരം ചെയ്തതാ. നമുക്ക് തിരിച്ചു വരാം. എന്താ? There is a relationship between worship and life.
പ്രിയമുള്ളവരെ, ഒരു സെന്റൻസ് എഴുതുകയും എൻ്റെ മുഖത്തോട്ട് നോക്കുകയും ചെയ്യണം. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും, എല്ലാ സങ്കല്പങ്ങളും ആരാധനയിലേക്ക് കൊണ്ടുവരണം. ഇത് നമ്മളിൽ കാര്യമായിട്ടില്ല. ദൈവസന്നിധിയിൽ ആരാധനയിൽ ഈ ദുഃഖം കൊണ്ടുവരാൻ നമ്മൾ പിന്നെ എവിടെ പോവും? നമ്മളെ കവലയിലേക്ക് പോവും, നമ്മൾ സാധാരണക്കാരിലേക്ക് പോവും, അയൽക്കാരിലേക്ക് പോവും, വീട്ടിലേക്ക് പോവും. പരിഹരിക്കപ്പെടുകയില്ല. നമ്മുടെ സന്തോഷവും ദുഃഖവും നമ്മുടെ ഭാവന. അതുകൊണ്ടാണല്ലോ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മൾ വിളമ്പിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന്, കർത്താവേ നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ തന്ന ആഹാരത്തെയും, എളുപ്പകാലത്ത് പോലും മമ്മി കയറി കഷ്ടപ്പെട്ട് പപ്പ രാപകൽ അധ്വാനിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ആറ്റിക്കഴിച്ചെടുത്തിട്ട് പറയുവാണ് നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും. ആരുടെ കൃപ? അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ദൈവത്തിലോട്ട് റിലേറ്റ് ചെയ്യണം. എന്തൊക്കെ വേണം? ഒത്തിരി ആളുകൾ പറയുന്നത് സുഖം മതി, സന്തോഷം മതി എന്ന്. നോ. പിന്നെന്താ വേണം? ഒന്നാമത് ഞാൻ കൊടുത്ത എന്തായിരുന്നു? ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം ആരാധനയിൽ കൊണ്ടുവരണം. നമ്മുടെ ആരാധനയിൽ അതുണ്ട്. ഒരാളുടെ ജീവിതം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പറയാനാണ്. ആരാധനയുമായിട്ട് അതായത് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ജനിച്ചപ്പോഴാണെന്നൊന്നും പറയാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ വീട്ടിൽ ജനിച്ചു, ഹോസ്പിറ്റലാണോ എന്നുള്ളതല്ല, വീട്ടിൽ ജനിച്ചു. ഓക്കെ, ആ ആൾ ജനിക്കുന്നതിന് അതിന് ഇടയാക്കുന്ന വിവാഹകൂദാശ എവിടെ വെച്ച് നടത്തി? അപ്പോൾ അവിടെ എഴുതിക്കേ, ദേവാലയം ഒന്ന്, അതിൻ്റെ തൊട്ട് താഴെ ആലയം, ദേവാലയം, ആലയം, പരിശുദ്ധ ആലയം. ഇതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിൽ ഒരു വട്ടം വിട്ടേ, ഒരു വട്ടം ഇങ്ങനെ വരച്ചേ. ഒരു വട്ടം വരച്ചിട്ട് പേന ഇഞ്ഞെടുത്തേ. ഈ വട്ടത്തിൻ്റെ തുടക്കം എവിടായിരുന്നു? അറിയത്തില്ല. അവസാനം എവിടായിരുന്നു? അറിയാമോ? ഇല്ല. അപ്പം ഞാൻ ജനിച്ചു, എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളുടെ വിവാഹ കൂദാശ എവിടെ വെച്ച് നടത്തി? ദേവാലയത്തിൽ വെച്ച്. അതാണ് എൻ്റെ ജനനത്തിൻ്റെ അടിസ്ഥാനം, കൗദാശികമായി അല്ലേ? അപ്പോൾ അത് ദേവാലയത്തിൽ. ജനിച്ചത് ഞാൻ എവിടെ? വീട്ടിൽ. ഞാൻ താമസിക്കുന്നത് എവിടെ? എൻ്റെ വീട്ടിൽ. തിരിച്ച് ഞാൻ എവിടോട്ടാണ് വരുന്നത്? ആലയത്തിൽ. തിരിച്ച് വീട്ടിൽ. ഏറ്റവും അവസാനം ഒറ്റ മതങ്ങളിൽ ഒരു മനുഷ്യൻ വിഭാവനം ചെയ്യാത്ത ഒരു ആശയം പൗലോസ്ലീഹ തന്നിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതാണ് ലാസ്റ്റ് എഴുതിയ പരിശുദ്ധാലയം. അപ്പോൾ ആലയം, ദേവാലയം, ആലയം, ദേവാലയം, പരിശുദ്ധ ആലയം. അയ്യോടെ ഇതിന് ഒന്നിന്നും എടുക്കാൻ പറ്റത്തില്ല. ഈ ദേവാലയത്തെക്കാൾ വിശുദ്ധമാണ് എൻ്റെ വീടെന്ന് പറയുന്ന ആലയം. അതിനേക്കാൾ വിശുദ്ധമാണ് ഈ ആലയം. ഇതിനെല്ലാക്കാട്ടിലും വലിയ വിശുദ്ധമാണ് ആര്? ഞാനെന്ന ആലയം. ഈ ആലയവും ഞാനുമേ എന്ത് ചെയ്തിട്ടുള്ളൂ? വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്തിട്ടുള്ളൂ. അപ്പൊ വേണ്ടിയിരിക്കുന്ന ആലയം, അത് ആലയം. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ? മൂന്നാമത്, ആരാധനയ്ക്ക് ഈ സങ്കീർത്തന പശ്ചാത്തലത്തിൽ നല്ല മുന്നൊരുക്കം വേണം. നല്ല മുന്നൊരുക്കം. നമ്മുടെ ആരാധനയ്ക്ക് ദേവാലയ കേന്ദ്രീകൃതമായ ആരാധനയാണ് നമ്മുടേത്. യഹൂദന്മാരുടെ പോലെ ഇപ്പോഴും എല്ലാ മതങ്ങളിലെ പോലെ ആരാധനാപരമായ ചില കാര്യങ്ങൾ വീട്ടിൽ വെച്ച് നമ്മൾ നടത്തും. പക്ഷെ അതിനേക്കാൾ പ്രമുഖമായ സംഗതികൾ എവിടെ വെച്ചായിരിക്കും നടത്തുന്നത്? ആലയത്തിൽ വെച്ചാണ്. യഹൂദന്മാർക്കും ഇങ്ങനുണ്ട്, ഹിന്ദുക്കൾക്കും ഇങ്ങനുണ്ട്. അനേക കാര്യങ്ങൾ, ചോറൂണ്, നൂലുകെട്ട്, ഇതെല്ലാം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ വീട്ടിൽ വെച്ച് നടത്തും. ചിലതൊക്കെ അമ്പലത്തിൽ വെച്ച് നടത്തും. പ്രമുഖമായ ചില കാര്യങ്ങൾ ഇവിടെ വെച്ചേ ഉള്ളൂ, അത് അവിടെ വെച്ചില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ആരാധനയും. അപ്പോൾ നമ്മുടെ ആരാധനയുടെ മുന്നൊരുക്കമെന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് സമയങ്ങളുണ്ട്. ആരാധനാ വസ്തുക്കൾ, ഈ ചമയങ്ങളും വസ്തുക്കളും അവയുടെ പ്രിപ്പറേഷനൊക്കെ വേറെ ക്ലാസ് ഉണ്ട്. ഞാനതിനെ വെറുതെ ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ചമയങ്ങളെന്ന് പറഞ്ഞാൽ കാപ്പാക്കൂട്ടുകൾ, അതുപോലെ തന്നെ വിരിക്കൂട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം
ചമയങ്ങൾ ഇതിനെ ചമയിച്ച് നല്ല മനോഹരമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സംവിധാനമുണ്ട്. അത് എത്ര ചെറിയ പള്ളിയായാലും വലിയ പള്ളിയായാലും ധാരാളം വസ്തുക്കളുണ്ട്. കാസാപീലാസ മുതൽ കുരിശ് മുതൽ മെഴുകുതിരിക്കാലുകൾ, ധൂവുക്കുറ്റി, മറുവാസ, ഇങ്ങനെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്, ചമയങ്ങളുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധമാണ്. ഇതൊന്നും ഓട്ടോമാറ്റിക്കലി വരുത്തില്ല. നമ്മളവിടെ പോയി ട്രൈസാക്യുവാൻ കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിച്ചേ, എൻ്റെ വാക്കുകൾ തീർന്നു. ഭൂവിലെ ശേഷം ഈ പാട്ട് എത്ര നേരമെടുത്താൽ ആ പാടുന്ന സ്പീഡിൽ തീരും. ഇതിനു മുമ്പ് വായിക്കുന്നവന് പുസ്തകം കയ്യിലെടുത്ത് വായിക്കാനുള്ള ഭാഗം നോക്കിയിട്ട് എത്ര സമയത്തിനുള്ളിൽ ത്രോണോസിൽ മുത്തും. തിരുമേനി ഉണ്ടെങ്കിൽ ഇതിൻ്റെ സീസൺ അനുസരിച്ച് ഉയർപ്പ് കഴിഞ്ഞതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യമാകുന്ന ശ്ലീബായിൽ മുത്തി, ത്രോണോസിൽ മുത്തി, തിരുമേനിയുടെ കൈ മുത്തി, തിരിച്ച് ആ പാട്ട് തീരുമ്പോൾ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ അങ്ങനെയാണെന്ന് പറയണം. ഇതിന് എത്ര ദിവസത്തെ ട്രെയിനിങ് വേണം? ഈ ദിവസങ്ങളിലൊക്കെ കുറേയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ചുമ്മാത് ഇതാക്കേണ്ടതെന്ന് വെച്ച് കിഴക്കോട്ട് തിരിച്ച് കഴിയുമ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആമോസ് ഇൻ്റർനാഷണൽ, ആമോസ് ലൊക്കാലിറ്റി, ആമോസ് ഭദ്രാസനം, ആമോസ് ലോക്കൽ. ക്യാ ഫൽ ഹൈ കോയി നഹീ ഹൈ. തിരുമേനിമാരാരും മിണ്ടാത്തത് ഇതൊരു ആരാധനയായതുകൊണ്ടും അവരെ എന്തെങ്കിലും വല്ലവരും പറഞ്ഞ് അഭിമാനം കളയണ്ടെന്ന് വെച്ച് മിണ്ടുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതിന് ആവശ്യവുമില്ല. ഇത് ട്രയലല്ല. എന്താ ഇത്? നാളെ നടത്തുന്ന ആരാധനയുടെ ട്രയലല്ല ഇത്, ആരാധനയാ. ട്രയൽ നടത്തേണ്ടത് തലേ ദിവസം. മറ്റേ ചില സഭാവിഭാഗങ്ങൾ സംഗീതവുമായി ബന്ധപ്പെട്ട കൊയറിൻ്റെയൊക്കെ ഇതുള്ള ആരാധനയുണ്ട്. എത്ര വലിയ ആളുകളുടെ മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും ആ കൊയറിലുണ്ടെങ്കിലും നേരത്തെ നിശ്ചയിച്ച പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വന്നില്ലെങ്കിൽ ആ ആള് അന്നത്തെ കൊയറിൽ പങ്കെടുക്കുകയില്ല, അങ്ങോട്ട് ചെല്ലുകയില്ല. അവർ ചെന്നാൽ അതിന് ചുമതലയുള്ള ആള് കയറ്റത്തുമില്ല, അവിടെ ഒരു അടിപിടിയും ഉണ്ടാകത്തില്ല. നമ്മളതൊക്കെ പരിശീലിക്കണം. ആർക്കാണ് അറിയാൻ വയ്യാത്തത്? 5 പേരുള്ള, 2 പേരുള്ള, 3 പേരുള്ള, 30 പേരുള്ള, 35 പേരുള്ള മദ്ബഹായിൽ ഭൂവിലെ ശേഷം ദൈവത്താൽ ഇനി അതിനേക്കാൾ സ്പീഡ് കുറച്ച് ഭൂവിലെ ശേഷം ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞ് വേദപുസ്തകത്തിന്റെ ഭാഗം എടുക്കുന്നു, അവിടെ ചെന്നതേ മുത്തുന്നു. തിരുമേനിയാണെങ്കിൽ തിരുമേനി ഇപ്പുറത്തെ കൈ കൊണ്ടല്ല മുത്തുന്നത്. ഇതൊന്നും അറിയാത്തവനല്ല കുപ്പായിട്ടൊരു ദിവസം അങ്ങോട്ട് കയറുന്നത്. ആ മദ്ബഹായിൽ നിൽക്കുന്ന 5 പേരിൽ 7 പേരിൽ ഒരാളില്ലേ ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ? ഇല്ലേ? വളരെ അലക്ഷ്യമാണ്. അപ്പുറത്ത് വന്ന് മുത്തി തിരിച്ച് ഈ പാട്ട് തീരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് ഇടയ്ക്കില്ല ഫാനിൻ്റെ ഇതുകൂടെ വെച്ചേക്കുന്നതിനിടെ സ്ഥലം കാണത്തില്ല. ഇത് പാട്ട് തീരുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പിൻ്റെ താഴെ ഇറങ്ങി തുടങ്ങണം. അല്ല മീവൽ പക്ഷി കൂടുകൂട്ടി അവിടുന്ന് അവൻ അനുഗ്രഹീതമായി വരുന്നു എന്നും പറഞ്ഞ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ഇതിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് യുക്തിഭക്തമായും അനുഗ്രഹീതമായും മനോഹരമായും അത് ചെയ്യാൻ തക്കവണ്ണം പരിശീലിക്കണം. അപ്പം പ്രിപ്പറേഷനാണ് നമ്മുടെ ഈ പിൽഗ്രിമേജ്. അവിടെ നിന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് എന്തുമാത്രം പ്രിപ്പറേഷൻ ആ മനുഷ്യർ നടത്തി കാണും. ഇല്ലേ? ഇന്നത്തെ പോലെ വഴിയോര കാഴ്ചകൾ വീട്ടിലൂണുണ്ടോ? ഇല്ല. അപ്പോൾ അതെല്ലാം കരുതി വരുന്നത് പോലെ ആരാധനയ്ക്ക് നല്ല പ്രിപ്പറേഷൻ വേണം. ഈ സങ്കീർത്തന ഭാഗത്തെ ആസ്പദമാക്കി 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, ആരാധന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആവേശമാകണം. 2, ആരാധനയും ജീവിതവും തമ്മിൽ ബന്ധിപ്പിക്കണം. 3, ആരാധനയ്ക്ക് ലോങ് ടേമായ വെൽ പ്രിപ്പറേഷൻ ഇൻ അഡ്വാൻസ് വേണം. ഈ ഭാഗങ്ങൾ ഒക്കെ ഈ ക്യാമ്പിലും അല്ലാതുള്ളിടത്തും ഒക്കെ പല വിഷയങ്ങളായിട്ട് ചർച്ച ചെയ്തെടുക്കും. നമുക്ക് എടുത്ത തീമിലേക്ക് വരാം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ അത്ര അനുഗ്രഹീതർ. ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിലെ പോലെ താമസിക്കുക എന്നല്ല, ദൈവ സംസർഗത്തിലായിരിക്കുക. എന്താ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.